ഹരികൃഷ്ണ ശ്രീ രാധേ രാധേ. നമ്മൾക്ക് കൃഷ്ണനോടുള്ള ഭക്തി പ്രേമത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട്. നമ്മൾ ഏതു ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓരോ ഘട്ടത്തിലും നമ്മൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ, നമ്മളെ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കാറുണ്ട്. നല്ല നല്ല അനുഭവങ്ങളിൽ നമ്മൾ നല്ലതും, അതായത് നമ്മൾ ആ ഭക്തി പ്രേമത്തിൽ നിന്നും വ്യതിചലിക്കുന്നുണ്ടോ എന്നറിയാനും, അതുപോലെ വിവിധ പരീക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏത് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്, ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന്. ഭഗവാനോട് അടുക്കാറായോ അങ്ങനെയൊക്കെയുള്ള അത് നമുക്ക് അറിയാൻ പറ്റും. ആ ഭഗവാന്റെ ഓരോരോ അനുഭവങ്ങളും എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ? നിങ്ങൾക്കും അങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ? അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ കൃഷ്ണ ഭക്തന്മാരാണെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നില്ല ആ മഹാമന്ത്രം കമൻ്റായിട്ട് എഴുതൂ. ആ ഭഗവാന്റെ ഓരോ നാമത്തിലും ഓരോ വാക്കിലും അത് നമ്മൾ പറയുന്നതോ കേൾക്കുന്നതോ അതീവ പുണ്യമാണ് കേട്ടോ. ഹരേ കൃഷ്ണ. ഒന്നാമത്തെ ഘട്ടം, കൃഷ്ണഭക്തിയിലേക്കുള്ള ആദ്യത്തെ ഘട്ടത്തിൽ ഒരാൾ കൃഷ്ണനിലേക്ക് ആകർഷിക്കപ്പെടുന്നു. മധുരയിൽ നിന്നും അമ്പാടിയിലേക്ക് എത്തുന്ന ശിശുവായിട്ടുള്ള കണ്ണൻ. അവൻ പുണ്യാത്മാക്കളായ ഗോപികമാരെയെല്ലാം തന്നിലേക്ക് ആകർഷിച്ചു. അവർ കണ്ണനെ എടുക്കാനും കൊഞ്ചിക്കുവാനും പരസ്പരം അങ്ങനെ മത്സരിച്ചു. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും കണ്ണനെ കാണാനോ അവൻ്റെ കിളിക്കൊഞ്ചൽ പോലുള്ള സംസാരം കേൾക്കാനൊക്കെ അവർ ഓടിയെത്തായിരുന്നു. കണ്ണനെ കാണുന്നത് അവർക്ക് വളരെയധികം ആനന്ദം നൽകി. കൃഷ്ണഭക്തിയുടെ തുടക്കത്തിൽ ഒരു ഭക്തന് ഭഗവാന്റെ ദർശനം, ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുക, ആലപിക്കുക എന്നുള്ളതൊക്കെ വളരെയധികം ആനന്ദം നൽകും. ഇനി രണ്ടാമത്തെ ഘട്ടം, ഭക്തിയുടെ ഏറ്റവും കഠിനമായ ഘട്ടം അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ ഈ ഘട്ടത്തെ പറയാം. ഇതിനെ അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരാൾക്ക് കൃഷ്ണഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കണ്ണൻ നടന്നു തുടങ്ങിയപ്പോൾ അവൻ അയൽ വീടുകളിലൊക്കെ കയറി പാലും വെണ്ണയൊക്കെ മോഷ്ടിച്ചു കഴിക്കാൻ തുടങ്ങി. മാത്രമല്ല ആ കലങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുക, അങ്ങനെ ആ പാലും വെണ്ണയൊക്കെ എടുത്തിട്ട് കുരങ്ങന്മാർക്കും പൂച്ചകൾക്കൊക്കെ നൽകുക, പിന്നെ ആ പശുക്കിടാങ്ങളൊക്കെ കെട്ടഴിച്ചു വിടുക, അങ്ങനത്തെ കുസൃതിത്തരങ്ങളെല്ലാം തന്നെ ചെയ്യുമായിരുന്നു. ഇങ്ങനത്തെ ആ കുസൃതിത്തരത്തിൽ ഗോപികന്മാരൊക്കെ സൈക്കിട്ടിട്ട് ശ്വേതാമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പരാതിയൊക്കെ പറഞ്ഞു തുടങ്ങി. എങ്കിലോ അവരുടെ ഹൃദയത്തിൽ കണ്ണനോടുള്ള സ്നേഹത്തിന് അല്പം പോലും കുറവ് സംഭവിച്ചിട്ടില്ല. അങ്ങനെ നമുക്കും അതേപോലെ പല പല പരീക്ഷണങ്ങളൊക്കെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നാൽ നമ്മൾ ഭഗവാനോട് ഉള്ള ആ സ്നേഹത്തിലും ഭക്തിയിലും നമുക്ക് ഒരു കുറവും വരാതെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അത് ഭഗവാന്റെ ഓരോ പരീക്ഷണങ്ങളാണ്. അങ്ങനത്തെ പലവിധ പരീക്ഷണങ്ങളും ഉണ്ടാവും. നമ്മൾ ആ ഭക്തിയിൽ നിന്ന് പിന്മാറുന്നുണ്ടോ എന്നറിയാൻ ഭഗവാൻ അങ്ങനെ ഓരോരോ പരീക്ഷണം നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഇനി മൂന്നാമത്തെ ഘട്ടത്തിലെത്തണമെങ്കിൽ അവിടെ ഭക്തിയിൽ ഏറ്റവും ആനന്ദകരമായ ഒരു ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. ഈ ഘട്ടത്തിൽ ഭക്തന് ഭഗവാനെ അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയും. കണ്ണൻ കാലികളൊക്കെ മേയ്ക്കാൻ പോയി തുടങ്ങിയപ്പോഴാണ്
കണ്ണൻ അവർക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നൊക്കെ ആ ഗോപികമാർക്ക് മനസ്സിലാവുന്നത്. കണ്ണൻ കുറച്ച് സമയത്തേക്ക് മാറി കാലികളെ മേയ്ക്കാൻ പോകുന്ന സമയത്തും കൂടി അവർക്ക് ആ ഒരു നിമിഷത്തേക്ക് പോലും ആ കണ്ണനിൽ നിന്ന് അകന്ന് നിൽക്കാൻ സാധിക്കാതായി അവന്. അപ്പോൾ അതാണ് ഭഗവാന്റെ ആ ഒരു നമ്മൾ ഭഗവാനോട് അടുക്കുന്നു, എത്രത്തോളം അടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു നിമിഷത്തേക്ക് പോലും അങ്ങോട്ട് ഭഗവാനെ ഒരു നിമിഷം പോലും പിരിഞ്ഞു നിൽക്കാൻ കഴിയാതാവുകയാണ്. കണ്ണനോടുള്ള ആ ഭക്തി പ്രേമം ലഭിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഗോപികമാരും എന്താ ചെയ്യുന്നത്? കാർത്യായനി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. ഓരോരോ ഗോപികമാരും ചിന്തിക്കുന്നത് കണ്ണ് എൻ്റേതാണ് എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഓരോ ഗോപികമാരും അവർ കാർത്യായനി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. രാസലീലയിലൂടെ ഗോപികമാർ ആ ഭക്തിയുടെ പരമോന്നതമായ ആനന്ദത്തെ അനുഭവിച്ചറിയുന്നു. ഭക്തിയുടെ ഈ ഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഭഗവാനെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. അങ്ങനെ നമുക്ക് ഭഗവാൻ ഓരോ കൃഷ്ണാനുഭവങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഒരു കൃഷ്ണ ഭക്തനാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾക്കും ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ടാവും. അതൊന്ന് നമുക്കിങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഭഗവാൻ നമ്മളോട് ഓരോ ആ പരീക്ഷണ ഘട്ടങ്ങളിലും നമ്മൾ പിന്മാറാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഓരോ അനുഭവങ്ങൾ അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടാവും. എന്തായാലും ഉണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആ കൃഷ്ണാനുഭവങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻ്റായിട്ട് എഴുതൂ. ഇനി ഭക്തിയുടെ 4ാമത്തെ ഘട്ടത്തിൽ ഭക്തൻ പരമോന്നതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ പ്രാപിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മളെ മറ്റുള്ളവരെങ്ങനെ ഒറ്റപ്പെടുത്തും. ഒരു പക്ഷേ അവർക്കെന്താ ഭ്രാന്താണോ, ഒരു കൃഷ്ണ എന്നും പറഞ്ഞിട്ട് നടക്കണം, അവർക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞേക്കും. പക്ഷേ ആരെന്ത് പറഞ്ഞാലെന്താ, നമ്മൾ ആ ഭക്തിയിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോവില്ല. അതായത് മറ്റുള്ളവർ എത്ര നമ്മളെ കളിയാക്കിയാലും ആ ഭഗവാന്റെ ഭക്തിയിൽ നിന്നും നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഗോപികമാരെ വിട്ടിട്ട് മധുരാപുരിയിൽ പോയതിന് ശേഷം ഗോപികമാരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ കണ്ണനായിട്ട് കാണാണ്. അവർ സ്വന്തം കുഞ്ഞുങ്ങളെ ഊട്ടുമ്പോഴും ഉറക്കുമ്പോഴൊക്കെ അങ്ങനെ അവർ കണ്ണനെ മാത്രമാണ് മനസ്സിൽ കാണുന്നത്. അത് കണ്ണനായിട്ട് കാണുന്നു. നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ അത് കണ്ണൻ തന്നെയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് എല്ലാതും ആ കണ്ണൽ ചെയ്യുന്നത് പോലെ അവർക്ക് മനസ്സിൽ കാണുകയാണ്. ഇങ്ങനെ അത്രയ്ക്കൊരു അതാണ്. ഇങ്ങനെ യമുനയിലെ ജലമെടുക്കാൻ പോകുമ്പോഴും വീട്ടുജോലി എന്ത് ചെയ്യുമ്പോഴൊക്കെ അത് ഭഗവാനെ മാത്രം മനസ്സിൽ ചിന്തിച്ചിട്ടാണ് അവർ നടക്കുന്നത്. എന്ത് സംസാരിക്കുകയാണ്, പാടുമ്പോഴും ഒക്കെ അവരിങ്ങനെ ഭഗവാനെ കുറിച്ചിട്ട്, ആ ഉണ്ണിക്കണ്ണനെ കുറിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ എല്ലാത്തിനും അവർ കണ്ണനെ മാത്രം ഇങ്ങനെ മനസ്സിൽ കണ്ടു. ഒന്നിനു വേണ്ടി അല്ലാതെ അവർ കണ്ണനെ സ്നേഹിക്കുകയാണ്. ഭക്തിയുടെ ഈ പരമോന്നതമായ ഈ ഘട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ആരാന്നറിയോ?
കണ്ണൻ്റെ പ്രിയപ്പെട്ട രാധാറാണി തന്നെയാണ്. ആദ്യത്തെ 3 ഘട്ടത്തിൽ എത്ര എത്തിപ്പെടാൻ എത്ര ആൾക്ക് സാധിക്കുമെന്നറിയില്ല. എല്ലാവർക്കും അങ്ങനെ ആ ഭക്തിയുടെ പരമോന്നതമായ ഘട്ടത്തിലെത്തിച്ചേരാൻ സാധിച്ചാൽ ഭഗവാന്റെ കൃപ തന്നെ. ഇന്ന് 4ാമത്തെ ഈ ഘട്ടം അത് അത്ര എളുപ്പത്തിലൊന്നും എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്ര ആ പരമോന്നതമായ ഘട്ടത്തിലെത്തിയത് രാധാറാണിൻ്റെ, ഭക്തമീര, കുറൂരമ്മ, പൂന്താന എന്നിങ്ങനെയുള്ള ആ ഭക്തന്മാർ, ഭഗവാന്റെ മാത്രം ചിന്തിച്ച് കഴിയുന്ന ഭക്തന്മാരാണ് ഇവരെല്ലാം. അങ്ങനെ ഈ ഭഗവാനോടുള്ള പരമോന്നതമായിട്ടുള്ള ഭക്തിയിൽ എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒരു വൃക്ഷത്തിന് ക്രമേണ അതിന് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുന്നത് പോലെ ആ ഭക്തിയുത സ്നേഹത്തിൽ ആ ഭക്തിയുത സേവനമാകുന്ന ലത പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ശ്രവണകീർത്തനങ്ങളോടുള്ള ജലസേചനം അങ്ങനെ തുടർന്നു പോരണം. ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ഘട്ടത്തെക്കുറിച്ചിട്ട്, ഈ ലതയെക്കുറിച്ചിട്ട് വിവരിച്ചിട്ടുണ്ട്. മധ്യലീല അധ്യായം 19. ഭക്തിയുതമാകുന്ന ഈ ലത ഭഗവത് ചരണങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഭക്തൻ ഭക്തിയുത പ്രേമത്തിൽ ലയിക്കുന്നു. പിന്നീട് അയാൾക്ക് മത്സ്യത്തിന് വെള്ളം കൂടാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ഭഗവത് സന്നിധിയിൽ നിന്നകന്നിട്ട് ജീവിക്കാൻ ഒരു ഭക്തന് കഴിയുന്നതേയില്ല. അത്രയ്ക്ക് പ്രധാനമാണ്. ഒരു മത്സ്യത്തിന് ജലത്തിൽ നിന്ന് അത് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ അതിനൊരിക്കലും ജീവിക്കാൻ സാധിക്കും. അതേപോലെയാണ് ഭഗവാനെ വിട്ടിട്ട് ഭക്തന് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും ഭഗവാൻ അയാളിൽ അത്രയ്ക്കും ആ ഭഗവാനോടുള്ളൊരു ഭക്തി ഭക്തന് ലഭിച്ചിട്ടുണ്ടാവും. ഈ ഭഗവത്ഗീതയിലൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണത്. ഓരോ അധ്യായത്തിലും ഭക്തിയെ പറ്റിയിട്ട്, ആ ഭഗവാനോടുള്ള ഭക്തിയെക്കുറിച്ചിട്ട് ഭഗവാൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അത് കൃഷ്ണഭക്തിയിലേക്ക് എത്താനുള്ള ഓരോ ഭക്തനും ഉണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ അറിയിക്കും. ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ.